ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അർജന്റീന ദേശീയ ടീമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും രണ്ട് വെല്ലുവിളികളാണ് ഇനി മുന്നിലുള്ളത്. ഒന്നാമത്തേത് സ്പെയിനിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിസിമ കിരീടം നിലനിർത്തുക എന്നുള്ളതാണ്. പിന്നീട് വേൾഡ് കപ്പ് വരുന്നു. ആ കിരീടവും അർജന്റീനക്ക് നിലനിർത്തേണ്ടതുണ്ട്. കാരണം നിലവിലെ ജേതാക്കൾ അർജന്റീനയാണ്. ആ ടൈറ്റിൽ അവർക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടതുണ്ട്. ഏതായാലും വരുന്ന വേൾഡ് കപ്പിൽ അർജന്റീനയുടെ ഏറ്റവും മികച്ച 11 എങ്ങനെയായിരിക്കണം? അത്തരത്തിലുള്ള ഒരു സാധ്യത 11 ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എമി തന്നെയാണ്. വരുന്ന വേൾഡ് കപ്പിലും അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഇനി സെന്റർ ബാക്ക് പൊസിഷനിൽ ലിസാൻഡ്രോ മാർട്ടിനസ്, ക്രിസ്ത്യൻ റൊമേറോ എന്നീ കൂട്ടുകെട്ടിനെ നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടുപേരും പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനം നടത്തുന്നു. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ വാലന്റൈൻ ബാർക്കോയെ നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ സ്ട്രാസ്ബർഗിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന യുവ സൂപ്പർ താരമാണ് വാലന്റൈൻ ബാർക്കോ. നമുക്കറിയാം, അദ്ദേഹം മധ്യനിരയിലാണ് സ്ട്രാസ്ബർഗിൽ ഇപ്പോൾ കളിക്കുന്നത്. പക്ഷേ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ച് പരിചയമുള്ള താരമാണ് ബാർക്കോ. അർജന്റീന ദേശീയ ടീമിൽ അദ്ദേഹത്തെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഉപയോഗപ്പെടുത്താം. റൈറ്റ് ബാക്ക് പൊസിഷനിൽ നഹുവേൽ മൊളീനയെ ലഭ്യമാണ്. ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് താരങ്ങളെ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരായിക്കൊണ്ട് ഉപയോഗപ്പെടുത്താം. എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കാലിസ്റ്റർ എന്നിവരാണ് രണ്ട് താരങ്ങൾ. രണ്ടുപേരും മികച്ച ഫോമിൽ കളിക്കുന്ന താരങ്ങളാണ്. കൂടാതെ ലിയാൻഡ്രോ പരേഡസ്, റോഡ്രിഗോ ഡീപോൾ തുടങ്ങിയ താരങ്ങൾ അവിടെയുണ്ട്. പക്ഷേ ഏറ്റവും മികച്ച ഫോമിന്റെ അടിസ്ഥാനത്തിലാണ് എൻസോ ഫെർണാണ്ടസിനെയും അലക്സിസ് മാക്കാലിസ്റ്ററെയും ഈ ഒരു 11ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അവർക്ക് തൊട്ടു മുന്നിൽ 3 താരങ്ങൾ വരുന്നു. അവിടെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ലയണൽ മെസ്സിയെ കളിപ്പിക്കാം. അദ്ദേഹത്തിന്റെ ഇടതുവശത്തായി കൊണ്ട് നിക്കോ പാസിനെ കളിപ്പിക്കാം. കോമോക്ക് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നു. വലതുവശത്ത് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ജൂലിയാനോ സിമിയോണിയെ കളിപ്പിക്കാം. നല്ല വർക്ക് റേറ്റ് ഉള്ള താരമാണ് ജൂലിയാനോ സിമിയോണി. ഇപ്പോൾ മികച്ച രൂപത്തിൽ അദ്ദേഹം കളിക്കുന്നു. നല്ല എനർജറ്റിക് ആയിക്കൊണ്ട് കളിക്കുന്ന താരമാണ്. കൂടാതെ മുന്നേറ്റത്തെയും മധ്യനിരയെയും ഡിഫൻസിനെയും സഹായിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു താരമാണ് ജൂലിയാനോ സിമിയോണി. അദ്ദേഹത്തെ ഇടത് വിങ്ങിൽ ഉപയോഗപ്പെടുത്താം. സെന്റർ ഫോർവേഡ് ആയിക്കൊണ്ട് ഹൂലിയൻ ആൽവരസിനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെയാണ് അർജന്റീനയുടെ ഒരു പോസിബിൾ ലൈനപ്പ് വരുന്നത്. 4-2-3-1 എന്നുള്ള ഒരു ഫോർമേഷനാണ് ഇത്. കേവലം ഒരു സാധ്യത മാത്രമാണ്. ഈ 11മായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.